ലോകം ഇന്നൊരു അഗ്നിപർവ്വതത്തിനു മുകളിലാണ്. ഒരു വശത്ത് ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വൻശക്തികൾ, മറുവശത്ത് ആ ശക്തികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് പൊരുതുന്ന രാജ്യങ്ങൾ. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനിക കരുത്തുകൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ നോക്കുമ്പോൾ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കിടയിലും തളരാതെ നിൽക്കുന്ന ഇറാന്റെ വീര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത് വെറുമൊരു യുദ്ധമല്ല, ഇത് ആധിപത്യത്തിനെതിരെയുള്ള അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഈ മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആയുധങ്ങളെയും വൻശക്തികളുടെ നിലപാടുകളെയും കുറിച്ചാണ്. അമേരിക്കയെപ്പോലൊരു വൻശക്തി പതിറ്റാണ്ടുകളായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാൻ തളർന്നില്ല. പകരം അവർ സ്വന്തം ആയുധങ്ങൾ വികസിപ്പിച്ചു. ഇറാന്റെ കരുത്ത് അവരുടെ മിസൈൽ നഗരങ്ങളാണ്, മിസൈൽ സിറ്റീസ്. ഭൂമിക്കടിയിൽ നൂറുകണക്കിന് മീറ്റർ താഴ്ചയിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഏത് നിമിഷവും ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും തകർക്കാൻ പാകത്തിലുള്ളതാണ്. ഇന്ന് ലോകം പേടിക്കുന്ന ഇറാന്റെ ആയുധമാണ് അവരുടെ ഡ്രോണുകൾ. ഷാഹീദ് ഡ്രോണുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ഈ ഡ്രോണുകൾ അവയുടെ കരുത്ത് തെളിയിച്ചു. ഇറാന്റെ ഫാറ്റ ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. ഇതിനെ തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിനോ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകൾക്കോ കഴിയില്ല എന്നതാണ് സത്യം. ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ മിസൈൽ ശേഖരമാണ്. മിസൈലുകൾ 3000+. ഇറാന്റെ കൈവശം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഫത്താഹ് 1 എന്ന ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും. ഇതിനെ തടയാൻ ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. കൂടാതെ ഖൈബർ ഷെക്കാൻ, ഷഹാബ് പരമ്പരകളും ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നു. ഡ്രോണുകൾ ലോകത്തിലെ തന്നെ ഡ്രോൺ സൂപ്പർ പവർ ആണ് ഇറാൻ. ഷാഹീദ് 136 എന്ന അവർ ഡ്രോണുകൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. വില കുറഞ്ഞ ഈ ഡ്രോണുകൾ അയച്ച് ശത്രുവിന്റെ കോടിക്കണക്കിന് വിലയുള്ള പ്രതിരോധ മിസൈലുകൾ തീർക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം. അന്തർവാഹിനികൾ 20 മുതൽ 30 വരെ കിലോ ക്ലാസ് അന്തർവാഹിനികൾ മുതൽ പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ കഴിയുന്ന ഗാദിർ മിനി അന്തർവാഹിനികൾ വരെ ഇറാന്റെ പക്കലുണ്ട്. കമാൻഡോകൾ IRGC ഏകദേശം 1.5 ലക്ഷം IRGC വിദേശ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യാൻ പ്രത്യേക പരിശീലനം നേടിയവരാണ്. യുദ്ധതന്ത്രം അസമമിത യുദ്ധം, എസോമെട്രിക് വാർഫെയർ. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ ശത്രുവിനെ ഗറില്ല രീതിയിൽ തളർത്തുക. ഹോർമുസ് കടലിടുക്ക് അടച്ച് ലോക എണ്ണ വിപണിയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക പ്രതിസന്ധിയാണ്. ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും പൗരാണികമായ പോരാട്ടവീര്യവും നേർക്കുനേർ വരുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പക്കൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ ഇറാന്റെ കൈവശമുള്ളത് തകർക്കാൻ കഴിയാത്ത ചതുരംഗ കരുനീക്കങ്ങളാണ്. ലോകത്തെ ഏത് കോണിലും 24 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും. വിമാനവാഹിനി കപ്പലുകൾ 11. ഓരോ കപ്പലും ഒരു ചെറിയ രാജ്യത്തിന് തുല്യമാണ്. 90ഓളം വിമാനങ്ങൾ ഓരോ കപ്പലിലുമുണ്ട്. ആകാശക്കരുത്ത് 13,000+ വിമാനങ്ങൾ, F-22 റാപ്റ്റർ, B-2 സ്പിരിറ്റ് ബോംബർ തുടങ്ങിയവ ശത്രുവിന് കാണാൻ പോലും കഴിയില്ല. അന്തർവാഹിനികൾ 70. ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇവ മാസങ്ങളോളം കടലിനടിയിൽ ഒളിഞ്ഞിരുന്ന മിസൈലുകൾ വിക്ഷേപിക്കും. കമാൻഡോകൾ 70,000, നേവി സീൽസ്, ഡെൽറ്റ ഫോഴ്സ് തുടങ്ങിയ ലോകപ്രശസ്തമായ യൂണിറ്റുകൾ. യുദ്ധതന്ത്രം, സാങ്കേതിക മേധാവിത്വം, ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി. ഉപഗ്രഹങ്ങൾ വഴി ശത്രുവിനെ നിരീക്ഷിക്കുകയും കൃത്യതയോടെയുള്ള ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുക. പ്രത്യേക ഹെലികോപ്റ്ററുകൾ. രാത്രിയുടെ മറവിൽ ശത്രുപാളയത്തിൽ മിന്നലാക്രമണം നടത്താൻ അമേരിക്കയുടെ AH-64 അപ്പാച്ചെ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ സുസജ്ജമാണ്. ഇവയിലെ തെർമൽ സെൻസറുകൾക്ക് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ശത്രുനീക്കം കണ്ടെത്താനാകും. അമേരിക്കയുടെ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ കൃത്യതയുടെ പര്യായമാണ്. ഇപ്പോൾ അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരുപോലെ ഭീഷണിയാണ്. വിസ്തൃതിയിൽ ചെറുതാണെങ്കിലും ആയുധശേഷിയിൽ ഇസ്രായേൽ ഒരു രാക്ഷസനാണ്. വ്യോമസേന 612 വിമാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരും F-35I അദീർ എന്ന സ്റ്റെൽത്ത് വിമാനങ്ങളും ഇസ്രായേലിനുണ്ട്. ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ കയറി ബോംബിടാൻ ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. പ്രതിരോധ കവചങ്ങൾ, അയൺ ഡോം, ആരോ, ഡേവിഡ്സ് സ്ലിംഗ് ഇങ്ങനെയുള്ള ലെയറുകൾ വഴി മിസൈലുകളെ ഇസ്രായേൽ തടയുന്നു. അന്തർവാഹിനികൾ 6. ജർമ്മൻ നിർമ്മിത ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികൾ. ഇവ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണെന്ന് കരുതപ്പെടുന്നു. ഇസ്രായേൽ കവചം. ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈലുകളെ ആകാശത്തുവെച്ച് തകർക്കുമ്പോൾ അവരുടെ ജെറിക്കോ മിസൈലുകൾ ആണവായുധം വഹിക്കാൻ പാകത്തിലുള്ളവയാണ്. യുദ്ധതന്ത്രം, ശത്രു ആക്രമിക്കുന്നതിനു മുൻപ് അവരെ പോയി തകർക്കുക. യുദ്ധം ആഗോളതലത്തിലേക്ക് വ്യാപിച്ചാൽ ലോകം 2 ചേരികളായി മാറും. ഇറാന്റെ കൂടെ റഷ്യ ആയുധവും സാങ്കേതിക വിദ്യയും നൽകും. അമേരിക്കയെ തളർത്താൻ റഷ്യ ഇറാനെ ശക്തമായി പിന്തുണയ്ക്കും. ചൈന നേരിട്ട് യുദ്ധത്തിനില്ലെങ്കിലും സാമ്പത്തികമായും രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയും ഇറാനെ സഹായിക്കും. അമേരിക്കൻ ഡോളറിനെ തകർക്കാൻ ഇത് ചൈനയ്ക്ക് അവസരമാണ്. ഉത്തര കൊറിയ മിസൈൽ സാങ്കേതികവിദ്യ കൈമാറാനും അമേരിക്കയ്ക്ക് മറ്റൊരു
മുന്നണിയിൽ പസഫിക് മേഖലയിൽ വെല്ലുവിളി ഉയർത്താനും കിം ജോങ് ഉൻ തയ്യാറാകും. അച്ചുതണ്ട് ശക്തികൾ, ആക്സസ് ഓഫ് റെസിസ്റ്റൻസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയ എന്നിവർ ഇസ്രായേലിനെ ചുറ്റും നിന്ന് ആക്രമിക്കും. USA കൂടെ ഇസ്രായേൽ, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, അറബ് രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കുമെങ്കിലും സ്വന്തം മണ്ണിൽ യുദ്ധം വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. ഇന്ത്യയുടെ നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. ഇന്ത്യ ഇസ്രായേലിനോടും ഇറാനോടും ഒരുപോലെ ബന്ധം പുലർത്തുന്നു. സമാധാനത്തിനായി ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ ലോകം കാതോർക്കുന്നു. ഇന്ത്യ വളരെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലുമായി നല്ല ബന്ധമുള്ളപ്പോൾ തന്നെ ചബഹാർ പോർട്ട് വഴി ഇറാനുമായും ഇന്ത്യയ്ക്ക് ബന്ധമുണ്ട്. സമാധാനമാണ് പരിഹാരം എന്ന് ഇന്ത്യ പറയുമ്പോഴും ഇന്ത്യയുടെ ബ്രാമോസ് പോലുള്ള ആയുധങ്ങൾ ലോകം ബഹുമാനത്തോടെയാണ് കാണുന്നത്. ആക്രമിക്കാൻ കഴിയുന്ന അന്തർവാഹിനികൾ ഏതൊരു യുദ്ധത്തിലും നിർണായകമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആണവായുധം ഉപയോഗിച്ച് തകർത്താലും കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികൾ വഴി തിരിച്ചു ആക്രമിക്കാൻ കഴിയുന്നതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് വിളിക്കുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഈ ശേഷിയുണ്ട്. ഇസ്രായേലും ഇതിനായി തയ്യാറെടുക്കുന്നു. ഇറാൻ ഈ ശേഷി കൈവരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം കരയിലും ആകാശത്തും മാത്രം ഒതുങ്ങില്ല. കടലിന്റെ ആഴങ്ങളിൽ സൈലന്റ് കില്ലർമാരായി അന്തർവാഹിനികൾ കാത്തിരിപ്പുണ്ട്. ഇസ്രായേലിന്റെ ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികൾ ഇറാൻ തീരങ്ങളിൽ ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളവയാണെങ്കിൽ പേർഷ്യൻ ഗൾഫിന്റെ മുക്കിലും മൂലയിലും ഇറാന്റെ ചെറിയ സബ്മറൈനുകൾ അമേരിക്കൻ കപ്പലുകളെ കാത്തിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭയാനകം ആണവായുധങ്ങളാണ്. റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലുള്ള ആണവശേഖരം ലോകത്തെ പലതവണ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ഈ വൻശക്തികൾ നേർക്കുനേർ വന്നാൽ അത് ഭൂമിയിലെ അവസാനത്തെ യുദ്ധമായിരിക്കും. ലോകത്ത് ഔദ്യോഗികമായും അല്ലാതെയും ആണവായുധം കൈവശം വെച്ചിരിക്കുന്നത് 9 രാജ്യങ്ങളാണ്. ഒരു ആണവയുദ്ധമുണ്ടായാൽ അത് ഭൂമിയുടെ തന്നെ അന്ത്യത്തിന് കാരണമായേക്കാം. റഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ 5500+ റഷ്യയുടെ കൈവശമാണ്. അമേരിക്ക ഏകദേശം 5000-തോളം ആണവായുധങ്ങൾ. ഏത് രാജ്യത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ഇവർക്ക് സാധിക്കും. ചൈന അതിവേഗം ആണവശക്തി വർദ്ധിപ്പിക്കുന്ന രാജ്യം. ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ യൂറോപ്പിലെ പ്രധാന ആണവശക്തികൾ. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ദക്ഷിണേഷ്യയിലെ ചിരവൈരികൾ. രണ്ടുപേരുടെയും പക്കൽ ഏകദേശം 160 മുതൽ 170 വരെ വീതം ആണവായുധങ്ങളുണ്ട്. ഉത്തര കൊറിയ ലോകം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം. ഏതു നിമിഷവും ആയുധം പ്രയോഗിച്ചേക്കാവുന്ന പ്രവചനാതീതമായ നിലപാട്. ഇസ്രായേൽ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ പക്കൽ 90 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്താണെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇതാണ് ഇപ്പോഴത്തെ പല തർക്കങ്ങളുടെയും കാതൽ. അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങളും കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളും യുദ്ധഭൂമിയിലുണ്ടെങ്കിലും ഓരോ ദിവസവും അവർക്ക് സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടം വിവരിക്കാനാവാത്തതാണ്. ഒരു ഇറാന്റെ ചെറിയ ഡ്രോൺ തകർക്കാൻ അമേരിക്ക ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ ഇളകുകയാണ്. ഇത് അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. ഹോർമുസ് കടലിടുക്ക്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഇതുവഴിയാണ്. ഇറാൻ ഇത് ഉപരോധിച്ചാൽ ലോകത്തെ എണ്ണവില കുതിച്ചുയരും. ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകരും. ഇത് എല്ലാ രാജ്യങ്ങളെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കും. സൈബർ യുദ്ധം വെറും മിസൈലുകൾ മാത്രമല്ല, പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഹാക്ക് ചെയ്യപ്പെടുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. നാം ഇന്ന് ചർച്ച ചെയ്തത് ആയുധങ്ങളെക്കുറിച്ചാണ്, അത്ഭുതകരമായ സാങ്കേതികവിദ്യകളെക്കുറിച്ചാണ്. എന്നാൽ ഓർക്കുക, ഒരു യുദ്ധത്തിൽ അവസാനിക്കുന്നത് കേവലം മിസൈലുകളോ ഡ്രോണുകളോ അല്ല. ഓരോ മിസൈലിന്റെയും ഒടുവിൽ ഇല്ലാതാകുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും തലമുറകളുടെ ഭാവിയുമാണ്. ഇറാൻ തങ്ങളുടെ അതിജീവനത്തിനായി പൊരുതുമ്പോൾ അമേരിക്ക തങ്ങളുടെ ആഗോളാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടുന്നു. ഈ വൻശക്തികൾ നേർക്കുനേർ വരുമ്പോൾ മൂന്നാം ലോകമഹായുധം എന്ന ഭയം കേവലം ഒരു സാങ്കല്പിക കഥയല്ല, അത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുന്നത് സമാധാനത്തിന്റെ ഒരു കരാറിലാണ്. ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ അത് ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യങ്ങളാണ് വരുംകാലത്തെ തീരുമാനിക്കുക. പശ്ചിമേഷ്യയിലെ ഈ തീപ്പൊരി ലോകാവസാനത്തിന്റെ തുടക്കമാകുമോ അതോ ഒരു പുതിയ ലോകക്രമത്തിന്റെ ഉദയമാകുമോ? സമയം അതിന് ഉത്തരം നൽകും. വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു ചോദ്യം: ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വമ്പൻ ശക്തികൾ നേർക്കുനേർ വന്നാൽ ആര് ജയിക്കും? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.